എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഒന്നിച്ച് ഒരു യാത്ര പോവുകയാണ്. ശാന്തിയും സൗഖ്യവും നൽകുന്ന ഒരു ദിവ്യമായ മന്ത്രത്തിന്റെ ആഴങ്ങളിലേക്ക്. രോഗശാന്തിയുടെ ദേവനായ സാക്ഷാൽ ധന്വന്തരി ഭഗവാനെക്കുറിച്ചുള്ള ഈ മന്ത്രത്തിന്റെ ഓരോ വാക്കിന്റെയും പൊരുൾ നമുക്ക് ഹൃദയത്തിലേക്ക് ആവാഹിക്കാം. ഇതാണ് ആ ശക്തിയേറിയ മന്ത്രം. ആരോഗ്യത്തിനും രോഗശാന്തിക്കുമായി സമർപ്പിക്കപ്പെട്ട ഒരു പ്രാർത്ഥന. ഇതിലെ ഓരോ വാക്കും ഓരോ ശബ്ദവും ഒരുപാട് അർത്ഥങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാലോ, അല്ലേ? ഈ മന്ത്രം വെറുമൊരു വാക്കുകളുടെ കൂട്ടമല്ല കേട്ടോ. ഇതൊരു താക്കോല് പോലെയാണ്. നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ ശുദ്ധീകരിച്ച് ആ ദൈവീകമായ സൗഖ്യം നമ്മളിലേക്ക് തുറന്നു തരുന്ന ഒരു താക്കോൽ. വളരെ ശക്തമായ ഒരു ഉപാസനാമാർഗമാണിത്. അപ്പോൾ നമ്മളീ പ്രാർത്ഥിക്കുമ്പോൾ ആരോടാണ് ഈ സൗഖ്യം ചോദിക്കുന്നത്? മറ്റാരുമല്ല, അത് ആയുർവേദത്തിന്റെ ദേവനും ദേവന്മാരുടെ വൈദ്യനുമായ സാക്ഷാൽ ധന്വന്തരി ഭഗവാനോടാണ്, നമ്മുടെ എല്ലാം ദൈവിക വൈദ്യൻ. പുരാണങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ധന്വന്തരി ഭഗവാൻ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ തന്നെ ഒരു അവതാരമാണ്. അപ്പോൾ തന്നെ ആ ശക്തി ഊഹിക്കാമല്ലോ. അദ്ദേഹം 3 ലോകങ്ങളുടെയും അധിപനാണ്. അതായത് ശാരീരികവും മാനസികവുമായ എല്ലാ ദുരിതങ്ങളിൽ നിന്നും നമ്മളെ കരകയറ്റാൻ കഴിവുള്ള സമ്പൂർണ്ണ സൗഖ്യത്തിന്റെ ഉറവിടമാണ് ഭഗവാൻ. ധന്വന്തരി ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ രൂപം മനസ്സിൽ വരുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ ഓർക്കും, അല്ലേ? അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ അമൃതകുംഭം. അതാണ് ഈ മന്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിഹ്നം. അമർത്യതയുടെയും പരിപൂർണമായ ആരോഗ്യത്തിന്റെയും പ്രതീകം. മന്ത്രത്തിലെ ഈ വാക്കൊന്ന് ശ്രദ്ധിച്ചേ. അമൃത് കലശഹസ്തായ. അമൃതം നിറഞ്ഞ കലശം കൈകളിലേന്തിയവൻ. അതാണ് ഈ വാക്കിന്റെ അർത്ഥം. പക്ഷേ ഈ അമൃത് എന്ന് പറയുന്നത് മരണം ഇല്ലായ്മ നൽകുന്നൊരു പാനീയം മാത്രമല്ല. നമ്മുടെ എല്ലാ വേദനകൾക്കും ദുരിതങ്ങൾക്കും ശമനം നൽകുന്ന ഒരു ദൈവിക ഔഷധമാണത്. അപ്പോൾ ഈ അമൃത് കൊണ്ട് ഭഗവാൻ എന്തു ചെയ്യുന്നുവെന്നല്ലേ അടുത്ത ചോദ്യം. അവിടെയാണ് മന്ത്രത്തിന്റെ അടുത്ത പവർഫുൾ ഭാഗം വരുന്നത്. എല്ലാ രോഗങ്ങളെയും ഇല്ലാതാക്കാനുള്ള ഭഗവാന്റെ അപാരമായ കഴിവിനെയാണ് നമ്മൾ അടുത്തതായി വണങ്ങുന്നത്. ഇതൊന്ന് കേട്ടുനോക്കൂ. സർവമയ വിനാശനായ. ആ വാക്കിൽ തന്നെയുണ്ട് അതിന്റെ ശക്തി. സർവ എന്നാൽ എല്ലാം, ആമയ എന്നാൽ രോഗം അല്ലെങ്കിൽ വ്യാധി, വിനാശനൻ എന്നാൽ ഇല്ലാതാക്കുന്നവൻ. അതായത് എല്ലാത്തരം രോഗങ്ങളെയും, അത് ശാരീരികമോ മാനസികമോ ആവട്ടെ, എല്ലാത്തിനെയും വേരോടെ പിഴുതെറിയുന്നവൻ. നമ്മളിത് ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ എല്ലാ പ്രതികൂല ഊർജ്ജങ്ങളെയും ഇല്ലാതാക്കാനാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭഗവാനെ വന്ദിച്ചു, അമൃതകുംഭത്തെക്കുറിച്ച് പറഞ്ഞു, രോഗങ്ങൾ ഇല്ലാതാക്കുന്ന ശക്തിയെക്കുറിച്ചും പറഞ്ഞു. പക്ഷെ ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? അത് കേവലം ഒരു രോഗം മാറുകയെന്നല്ല, മറിച്ച് ശാരീരികവും മാനസികവും ആത്മീയവുമായ ഒരു സമ്പൂർണ്ണ സൗഖ്യം നേടുക എന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം? ഇതൊരു വഴികാട്ടി പോലെ കാണാം. ഒന്നാമതായി, ശാന്തമായി ഒരിടത്തിരുന്ന് പൂർണ്ണമായ ശ്രദ്ധയോടെ ഈ മന്ത്രം ജപിക്കുക. ഓരോ വാക്കിന്റെയും അർത്ഥം മനസ്സിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ചെയ്യുമ്പോൾ രോഗശാന്തി നൽകുന്ന ആ ദൈവിക ശക്തിയെ നമ്മൾ നമ്മളിലേക്ക് ക്ഷണിക്കുകയാണ്. പതിയെ പതിയെ നമ്മുടെ എല്ലാ വിഷമങ്ങളും ഇല്ലാതാവുന്നതായി സങ്കല്പിക്കുക. ഇത് നമ്മളെ പൂർണ്ണമായ ആരോഗ്യത്തിലേക്കും ജീവിതത്തിലെ സമൃദ്ധിയിലേക്കും നയിക്കും. ഇതൊരു പരിശീലനമാണ്. ഇപ്പോൾ ഈ ഓരോ വാക്കിന്റെയും ശക്തി മനസ്സിലായില്ലേ? ആ ഒരു അറിവോടുകൂടി നമുക്ക് ഒരുമിച്ച് ഭക്തിയോടെ ഈ മന്ത്രം ഒന്നുകൂടി കേൾക്കാം. ഇതിലെ ഓരോ ശബ്ദവും നിങ്ങളുടെ ഉള്ളിൽ സൗഖ്യത്തിന്റെയും സമാധാനത്തിന്റെയും പ്രകാശം നിറക്കട്ടെ. അപ്പോൾ നമ്മുടെയൊക്കെ പൂർണ്ണമായ ആരോഗ്യത്തിലേക്കുള്ള വഴി ഒരുപക്ഷെ തുടങ്ങുന്നത് ഒരു ദിവ്യമായ ശബ്ദത്തിൽ നിന്നാണെങ്കിലോ? ഈ ഒരു ചിന്ത നിങ്ങളോടൊപ്പം ഇരിക്കട്ടെ. ഈ മന്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യവും സന്തോഷവും നിറയ്ക്കട്ടെ. നമസ്കാരം.